പിഴയില്ലവനൊരു നാളിലും താതനല്ലേ, നല്ല താതനല്ലേ. വിവാദങ്ങൾക്ക് മേൽ വിവാദം സൃഷ്ടിക്കുന്ന സുവിശേഷ ഭാഗമാണ് നാം ഇന്ന് വായിച്ചു കേൾക്കുന്നത്. പരിസയർ യേശുവിനെ കുറ്റം കാണാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ എപ്പോഴും കുറ്റം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. യേശു നടക്കുന്ന വഴിയിലും ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ അവർക്ക് എന്തെങ്കിലും കുറ്റം കണ്ടുകൊണ്ടേയിരിക്കണം. അതാണ് അവരുടെ മനോഭാവം. യേശുവും ശിഷ്യന്മാരിപ്പോൾ വയലിലൂടെ നടന്നു വരികയാണ്. നടന്നു വന്നപ്പോൾ ശിഷ്യന്മാർക്ക് വിശന്നു. കാരണം ഒത്തിരിയേറെ കാര്യങ്ങൾ യേശുവിൻ്റെ കൂടെ നടന്ന് ചെയ്യുന്നുണ്ട്. അവർ ആ ഗോതമ്പ് വയലിൽ നിന്ന് കുറച്ച് ഗോതമ്പെടുത്ത് കഴിച്ചു. ഇതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അത് വെറുതെ വിശപ്പിൻ്റെ പ്രശ്നമായല്ല അവർ മാറ്റിയത്, അതൊരു ശാപത്തിൻ്റെ പ്രശ്നമായിട്ട് അവർ മാറ്റി. അങ്ങനെ ഈ ശാപത്തിൽ എങ്ങനെ നടത്തിയെന്നൊരു വ്യാഖ്യാനം നടത്തി ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി. പക്ഷേ നിയമാവർത്തന പുസ്തകം 23-ാം അധ്യായം 25-ാം വാക്യത്തിൽ വേറൊരു വ്യാഖ്യാനമുണ്ട്. വിശക്കുന്ന സമയത്ത് അന്യരുടെ വയലിൽ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള അനുവാദം നിയമവർത്തന കാലത്ത് തന്നെ അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിയമങ്ങളിൽ 2 വശവുമുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു വശം നോക്കി അതിലൊരു കുറ്റം കണ്ടുപിടിക്കാനുള്ള ശ്രമമാണ് പരിസയരുടെ. അങ്ങനെ കൃത്യമായ ഒരു ശാപത്ത് ലംഘനം എന്ന പേരിൽ യേശുവിനെയും ശിഷ്യന്മാരെയും നിർത്തി ചോദ്യം ചെയ്യുകയാണ് ഈ പരിസയർ. എല്ലാം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശുവിന് ഒരു കാര്യം മനസ്സിലായി, തെറ്റ് ഞങ്ങളുടെ ഭാഗത്തുമുണ്ട്. കാര്യം ശാപത്തൊക്കെ ലംഘിക്കാൻ പാടില്ല, കുറച്ചും കൂടെയൊക്കെ മാന്യമായിട്ട് ബിഹേവ് ചെയ്യണമായിരുന്നു. പക്ഷേ യേശു ഈ തെറ്റിന് എന്തുമാത്രം നന്നായിട്ട് വ്യാഖ്യാനിച്ചു. അവർ പഴയ നിയമം കോട്ട് ചെയ്തപ്പോൾ യേശുവും അതുപോലെ കോട്ട് ചെയ്തു. 1 സാമുവേൽ 24-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യമാണ് യേശുവിടെ കോട്ട് ചെയ്തത്. അവിടെ ദാവീദും അനുചരന്മാരും വിശന്നപ്പോൾ കാഴ്ചയപ്പെടുത്ത് ഭക്ഷിച്ചു. അന്ന് ദാവീദും അനുചരന്മാരും ചെയ്തപ്പോൾ അതൊരു പ്രശ്നമല്ലാതെ മാറിയത് ദാവീദ് അഭിഷിക്തനായതുകൊണ്ടാണ്. ദാവീദ് അഭിഷിക്തനായപ്പോൾ അവർ ചെയ്തതൊക്കെ ആ തെറ്റ് മൂടപ്പെട്ടു. അങ്ങനെ ആ തെറ്റുകളൊക്കെ ന്യായീകരിക്കപ്പെട്ടു. യേശു ഇപ്പോൾ വീണ്ടും ആ തെറ്റിനെ ഒന്നുകൂടി റെഫർ ചെയ്യുകയാണ്. എന്നിട്ട് അവർ പറയുകയാണ്, അന്ന് ദാവീദ് അനുചരന്മാരും ചെയ്തില്ലേ, അപ്പോൾ ഇതും ന്യായീകരിക്കപ്പെടും. ഇത് തെറ്റല്ല എന്ന് യേശു വ്യാഖ്യാനിച്ചില്ല, പക്ഷേ ചില തെറ്റുകളൊക്കെ ന്യായീകരിക്കപ്പെടുമെന്ന് യേശു അവരെ പഠിപ്പിച്ചു. പണ്ടത്തെ കോട്ടിങ്സൊക്കെ നടത്തുമ്പോൾ പിന്നെ തിരിച്ചു പറയാൻ മറുപടിയില്ലല്ലോ. കാരണം ദാവീദിനൊക്കെ അത്ര മഹത്വത്തോടെയാണ് അന്നത്തെ ജനം കണ്ടിരുന്നത്. പ്രിയമുള്ളവരെയും, എനിക്ക് യേശുവിൻ്റെ മനോഭാവം ഇഷ്ടപ്പെട്ടു. കൂടെ നിൽക്കുന്നവർ തെറ്റ് ചെയ്യുന്നതാണെന്ന് യേശുവിന് വളരെ വ്യക്തമായിട്ടറിയാം. പക്ഷേ യേശുവിനെ വിട്ടുകൊടുത്തില്ല. ആരുടെയും മുമ്പിൽ തലകുനിക്കാതിരിക്കാൻ വേണ്ടി യേശു അതിനെ പഴയ നിയമം കോട്ട് ചെയ്ത് തൻ്റെ അപ്പൂപ്പൻ്റെ കാലമൊക്കെ പറഞ്ഞ് ആ അപ്പൂപ്പൻ ചെയ്ത കാര്യമൊക്കെ എടുത്ത് പറഞ്ഞ് യേശുവിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. ഇതാണ് നമ്മുടെ ദൈവം. കൂടെ നിൽക്കുന്നവർ തെറ്റ് ചെയ്തു എന്ന് വളരെ കൃത്യമായിട്ട് ദൈവത്തിനറിയാം. പക്ഷെ ആ ദൈവം അങ്ങനെയൊന്നും ആരുടെ മുമ്പിൽ നമ്മൾ വിട്ടുകൊടുക്കില്ല. നമ്മളെ പിന്നാലെ നിർത്തിയിട്ട് ആ ദൈവം മുമ്പിൽ നിന്ന് നമുക്ക് വേണ്ടി ചില ന്യായീകരണങ്ങളൊക്കെ നടത്തും. ചിലപ്പോൾ ലോജിക്കലായിരിക്കില്ല, പക്ഷേ ആ ന്യായീകരണങ്ങളിലൂടെയൊക്കെ നമ്മൾ രക്ഷപ്പെടുത്തും. ഇതാണ് നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത. എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ഒത്തിരി കുറവുള്ള മനുഷ്യരാണ്. ഒത്തിരി തെറ്റുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ, നമ്മൾ ചെയ്യുന്ന എല്ലാ തെറ്റുകളും ഏതെങ്കിലും മനുഷ്യർ അറിയുന്നുണ്ടോ? എന്ത് കൃത്യമായിട്ടാണ് ദൈവം നമ്മളിങ്ങനെ പൊതിഞ്ഞു പിടിക്കുന്നത്. മനുഷ്യരുടെ മുമ്പിൽ കാട്ടിക്കൊടുക്കാതെ നമ്മളിങ്ങനെ സ്നേഹിച്ച് നമ്മളൊരു നല്ലൊരു വ്യക്തികളായിട്ട് മനുഷ്യരുടെ പോലെ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ദൈവം നമ്മളെ പിന്നാലെ നിർത്തിയിട്ട് ആ മുമ്പിൽ നിന്ന് നമുക്ക് വേണ്ടി സംസാരിക്കും. എനിക്ക് നമ്മുടെ ദൈവത്തോടൊക്കെ ഒരു ഇഷ്ടം തോന്നുന്നത് കുറച്ചും കൂടി ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. ചിലപ്പോഴൊക്കെ തെറ്റാണെന്നറിയാം, എങ്കിലും ദൈവം നമുക്ക് വേണ്ടി സംസാരിക്കും. ഇത് പുതിയ നിയമത്തിൽ മാത്രമല്ല, പഴയ നിയമത്തിലൊക്കെ യാക്കോബിനൊക്കെ ഒരു എസ്കോട്ട് പോകുന്നൊരു ദൈവത്തെയൊക്കെ നമുക്കറിയാമല്ലോ. അനുഗ്രഹമൊക്കെ തട്ടിയെടുത്തിട്ട് ആ മനുഷ്യൻ പോകുന്നത്, പക്ഷേ എങ്കിലും ദൈവം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ് പഴയ നിയമത്തിലായിരുന്നാലും പുതിയ നിയമത്തിലായിരുന്നാലും ദൈവത്തെ സ്നേഹിക്കുന്നവന്, അവൻ്റെ പിന്നാലെ നടക്കുന്നവൻ്റെ കൂടെ ദൈവം കൂടെ ഉണ്ടാവും. ഒരു കാര്യം നമ്മളൊക്കെ ഓർത്തിരിക്കണം, നമ്മളൊക്കെ മനുഷ്യരാണ്, വീണ് പോവും, തകർന്നു പോവും, ചിലപ്പോൾ തെറ്റുകളൊക്കെ ആവർത്തിച്ച് സംഭവിക്കും. പക്ഷേ എല്ലാ തെറ്റുകൾക്കിടയിലും കർത്താവിൻ്റെ കരം പിടിച്ചിട്ടാണ് ചില വീഴ്ചകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ കർത്താവ് നമുക്ക് വേണ്ടി മുമ്പിൽ നിന്ന് സംസാരിക്കും. ഈ പറഞ്ഞു വരുന്നത് തെറ്റിനെ ന്യായീകരിക്കുന്ന ഒരു പ്രവണത ജീവിതത്തിൽ ഉണ്ടാകണമെന്നല്ല, മറിച്ച് അറിഞ്ഞോ അറിയാതെയൊക്കെ ചില ജീവിതത്തിലുണ്ടാകുന്ന വീഴ്ചകളൊക്കെ ന്യായീകരിക്കാൻ പോലും തക്കവിധത്തിൽ ദൈവം നമ്മളോട് കാണിക്കുന്ന വലിയ കരുണയെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ മുമ്പിലൊരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ പിന്നാലെ നടക്കാൻ മനസ്സ് കാണിച്ചാൽ നമ്മുടെ ശരികളെ അവൻ ശരികളായി വ്യാഖ്യാനിക്കും. ചിലപ്പോഴൊക്കെ നമ്മുടെ തെറ്റുകളെപ്പോലും അവൻ ശരികളായി വ്യാഖ്യാനിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ങുന്ന ദൈവം കൂടെയുള്ളപ്പോൾ തളരുന്നതെന്തേ കുഞ്ഞേ, തളരുന്നതെന്തേ കുഞ്ഞേ. താങ്ങുന്ന ദൈവം കൂടെയുള്ളപ്പോൾ തളരുന്നതെന്തേ
കുഞ്ഞേ തളരുന്നതെന്തേ കുഞ്ഞേ തകർച്ചകളെല്ലാം നന്മയായി മാറ്റും തുണയായി നിൽക്കും അനുഗ്രഹമേകും എമ്മാനുവേ താങ്ങുന്ന ദൈവം കൂടെയുള്ളപ്പോൾ തളരുന്നതെന്തേ കുഞ്ഞേ തളരുന്നതെന്തേ കുഞ്ഞേ താളം തെറ്റിയ ജീവിതത്തിൽ നേർവഴി കാട്ടുന്നു നല്ല ദൈവം താളം തെറ്റിയ ജീവിതത്തിൽ നേർവഴി കാട്ടുന്നു നല്ല ദൈവം തള്ളുകയില്ലവനൊരു നാളിലും താതനല്ലേ നല്ല താതനല്ലേ തള്ളുകയില്ലവനൊരു നാളിലും താതനല്ലേ നല്ല താതനല്ലേ താങ്ങുന്ന ദൈവം കൂടെയുള്ളപ്പോൾ തളരുന്നതെന്തേ കുഞ്ഞേ തളരുന്നതെന്തേ കുഞ്ഞേ വെട്ടം മങ്ങിയ വീഥികളിൽ വെളിച്ചം പകരുന്നു നല്ല ദൈവം വെട്ടം മങ്ങിയ വീഥികളിൽ വെളിച്ചം പകരുന്നു നല്ല ദൈവം അകലുകയില്ലവനൊരു നാളിലും നാഥനല്ലേ ജീവനാഥനല്ലേ അകലുകയില്ലവനൊരു നാളിലും നാഥനല്ലേ ജീവനാഥനല്ലേ താങ്ങുന്ന ദൈവം കൂടെയുള്ളപ്പോൾ തളരുന്നതെന്തേ കുഞ്ഞേ തളരുന്നതെന്തേ കുഞ്ഞേ തകർച്ചകളെല്ലാം നന്മയായി മാറ്റും തുണയായി നിൽക്കും അനുഗ്രഹമേകും എമ്മാനുവേ താങ്ങുന്ന ദൈവം കൂടെയുള്ളപ്പോൾ തളരുന്നതെന്തേ കുഞ്ഞേ തളരുന്നതെന്തേ കുഞ്ഞേ